മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിടവാങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ചരിത്ര നിമിഷങ്ങൾ സ്വന്തം പേരിൽ കുറിച്ചാണ് മൻമോഹൻ സിംഗ് കളമൊഴിയുന്നത്. 10 കൊല്ലം ഇന്ത്യയെ നയിച്ചതിനും അപ്പുറം 1990കളുടെ തുടക്കത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായ മൻമോഹന്റെ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത്. BJP നരേന്ദ്രമോദിയിലൂടെ കേന്ദ്രത്തിൽ ശക്തി പ്രാപിക്കുന്ന 2010 കാലത്ത് അവരുടെ പ്രധാന ഇര പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. മിതഭാഷിയായി കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന മൻമോഹന്റെ ആ ശൈലിയെയാണ് BJP ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. പ്രധാനമന്ത്രി പദത്തിൽ മൗനിയായിരിക്കുന്നു എന്നതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് തൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് BJPയിൽ നിന്നും ഏറ്റവും കൂടുതൽ കേട്ട വിമർശനം എന്ന് കാണാം. മൗനി ബാബ എന്ന പേരിലും അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മൻമോഹൻ സിംഗിനെ വിമർശിച്ചിരുന്നു. അതേ മൗനി ബാബ താൻ ഭരണത്തിലിരുന്ന 10 വർഷത്തിനിടെ 117 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു എന്ന് കേട്ടാൽ BJP തല താഴ്ത്തും. കാരണം 10 വർഷക്കാലത്തിനിടയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് മുങ്ങി നടന്ന നരേന്ദ്രമോദിയുമായിട്ടാണ് അവർ മൻമോഹൻ സിംഗിനെ താരതമ്യം ചെയ്യുന്നത്. അന്ന് മൻമോഹനെ കളിയാക്കുന്നവരിൽ മുൻപന്തിയിൽ നിന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി തന്നെയായിരുന്നു. ആ മോദി അധികാരത്തിലെത്തിയിട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ BJP നേതാക്കന്മാർ മേൽപോട്ട് നോക്കേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സംഗതിയായിട്ട് രാജ്യത്തിന്ന് 11 വർഷങ്ങൾ പിന്നിടുന്നു എന്ന് ചുരുക്കി പറയാം. അതുകൊണ്ട് തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ ഭരണകാലവും വിടവാങ്ങലും ചെറുതല്ലാത്ത നഷ്ടബോധത്തോടെ ഇന്ന് രാജ്യം നോക്കിക്കാണുന്നത്. അന്ന് പരിഹസിക്കാൻ BJPക്കാർ മത്സരിച്ചപ്പോൾ ചെറുപുഞ്ചിരിയിൽ മറുപടിയൊതുക്കിയ മൻമോഹൻ ഒരു കാര്യം മാത്രമാണ് BJPക്കാരോട് പറഞ്ഞത്: ചരിത്രം തന്നോട് ദയ കാണിക്കും. ആ മറുപടി ഇന്ന് സത്യമാവുകയാണ്. മൗനി ബാബ മൻമോഹൻ അല്ല, മോദിയാണെന്ന് ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഒരിക്കലും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മൻമോഹൻ സിംഗ് മുഖം തിരിച്ചിരുന്നില്ല, ഒളിച്ചോടിയിരുന്നില്ല. പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷങ്ങളിൽ 117 വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. അതിൽ 72 എണ്ണം വിദേശ സന്ദർശന വേളകളിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 23 എണ്ണം ആഭ്യന്തര തലത്തിലോ സംസ്ഥാന സന്ദർശനത്തിലോ ആയിരുന്നുവെങ്കിൽ 12 എണ്ണം തിരഞ്ഞെടുപ്പുകളോ രാഷ്ട്രീയ സംഭവങ്ങളോ ബന്ധപ്പെട്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞുറപ്പിച്ച ചോദ്യങ്ങളെ പാടുള്ളൂ എന്ന നിർബന്ധവും ഉണ്ടായിരുന്നില്ല. 2014 പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തിയ അവസാന വാർത്താ സമ്മേളനത്തിൽ മുൻകൂട്ടി അറിയിക്കാത്ത 62 ചോദ്യങ്ങൾക്കായിരുന്നു മൻമോഹൻ സിംഗ് മറുപടി നൽകിയത്. 100ഓളം മാധ്യമ പ്രവർത്തകർ അന്നിവിടെ സന്നിഹിതരായിരുന്നു. മൻമോഹൻ സിംഗിന്റെ അവസാന വാർത്താ സമ്മേളനം എന്ന നിലയിൽ മാത്രമായിരുന്നു അന്ന് അതിനെ കണ്ടതെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാന വാർത്താ സമ്മേളനമായിരുന്നു അതെന്ന തിരിച്ചറിവ് ഇന്ന് മാധ്യമ ലോകത്തിനും ഈ രാജ്യത്തിനുമുണ്ട്.